الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാദികളുടെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങൾക്കും അല്ലാഹു ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം പൊതുസേവനത്തിനും പൊതുപ്രവർത്തനത്തിനും വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ്. ജീവകാരുണ്യ മേഖലകളിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള പൊതുസേവനങ്ങളിലും വളരെ പുണ്യവും പ്രാധാന്യവും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ രാഷ്ട്രീയ മേഖലകൾ ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി അതിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊടിയ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മിൽ പലരും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഏകദേശം എല്ലാവർക്കും 90% ആൾക്കാർക്കും പ്രത്യേകമായ രാഷ്ട്രീയ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മാനങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന് കൃത്യമായി ചേർത്ത് പഠിച്ചുകൊണ്ടുള്ള പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെയായി മാറണം. വെറും രാഷ്ട്രീയം മാത്രമല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ പഠിപ്പിക്കുന്നത് പൊതുമേഖലയിൽ, പൊതുസ്ഥാപനങ്ങളിൽ, പൊതുജനങ്ങളിൽ പൊതുസേവനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു എന്ന പ്രാധാന്യത്തോടുകൂടി, ആ ചിന്തയോടുകൂടി നാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കതിന് പ്രതിഫലം കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് കൊടുത്തോ, ഏത് പാർട്ടിയിൽ നിന്നോ, പക്ഷെ എന്ത് ചെയ്യാ, നിങ്ങളുടെ മനസ്സിലുള്ള പാർട്ടി ചിലപ്പോൾ ചിലർക്ക് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച പാർട്ടിയായിരിക്കും. ആ പാർട്ടി ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാകും. ആ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒക്കെ ചിന്തിക്കാം, അതിന് വിഷയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രാധാന്യമായിട്ടും മർമ്മപ്രധാനമായിട്ടും ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എൻ്റെ മർമ്മപ്രധാന വിഷയം എന്താണ്? ദീനാണ്. ആ ദീൻ നഷ്ടപ്പെട്ടു പോകരുത്. ദീൻ നഷ്ടപ്പെട്ടു പോകാത്ത പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദീനെ നശിപ്പിക്കാത്തവരെയും അതുപോലെ തന്നെ ദീനിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് നിൽക്കാൻ കഴിയുന്ന പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാം. അതിന് വിഷയമൊന്നുമില്ല. അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോഴും രാഷ്ട്രീയ പൊതു മേഖലകളിൽ നിൽക്കുമ്പോഴും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അവന്റെ നിയ്യത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നലില്ലാഹി ഖൽഖൻ, അല്ലാഹുവിന് കുറെ സൃഷ്ടികളുണ്ട്. ഖലഖഹും ലിഹവായിജിൻ നാസി, ആ സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, അല്ലാഹു തആല കുറെ മനുഷ്യന്മാരെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്, കുറെ സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ജനങ്ങൾ അവരുടെ ആപലാദികൾ പറഞ്ഞിട്ട് ആ മനുഷ്യന്മാരുടെ അടുക്കിലേക്ക് പോകും. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റാണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ എന്താണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പറാണ്. ഇപ്പൊ ഏത് തരത്തിലുമാകാം ഒരു പൊതുസേവകൻ. അത് ഇനി രാഷ്ട്രീയത്തിൽ ഇല്ല എങ്കിലും നാട്ടിലെ ഒരു പൊതുപ്രവർത്തനം, സാധാരണ രീതിയിൽ വ്യക്തിപരമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുമാകാം. അപ്പൊ എങ്ങനെയും ആകാം. ജനങ്ങളുടെ ആവലാദികളും വേവലാദികളും വന്നിട്ട് ഈ മനുഷ്യന്മാരോടാണ് അവർ പറയുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ വേദനിക്കുന്ന ഹൃദയങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം മാറ്റുന്നതിന്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുസേവനങ്ങളും ചെയ്യുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ പാപങ്ങൾ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യന്മാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന പ്രാധാന്യം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവരായിരിക്കും വിശ്വാസികളായിരിക്കണം. വിശ്വാസത്തിനോടൊപ്പം ഈ കാര്യം പറഞ്ഞത്. അപ്പൊ വിശ്വാസം ഇല്ലാതെ വേറെ പൊതുപ്രവർത്തനം ചെയ്തിട്ട് അതിൽ അർത്ഥമില്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി ആ ഒരു ഹൃദയത്തിലായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന്റെ കാര്യം അവിടെ പറയുന്നത്.
അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഉലൈകൽ ആമിനൂന മിൻ അദാബില്ല. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ മനുഷ്യൻ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നത്, അവൾ ആമിനൂന മിൻ അദാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവർ നിർഭയത്വം പ്രാപിച്ചവരാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പൊതുസേവനങ്ങൾ, ആ സേവനങ്ങൾക്ക് അള്ളാഹു തആല നൽകുന്നവനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ആ മനുഷ്യന് പരിപൂർണമായ രക്ഷ നൽകും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നാം പ്രവർത്തിക്കുമ്പോഴും, ഇപ്പൊ നമ്മുടെ ഇലക്ഷന്റെ ചൂടിൽ ഓരോ വീടാന്തരം വോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പോകുന്നു, പാർട്ടികളുടെ റാലികളിൽ പോകുന്നു, ഒക്കെ പോകും. അപ്പൊ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു ഇതിന്റെ ഒരു പൊതുപ്രവർത്തനമാണ്, ഇത് എനിക്ക് എന്താ ഒരു മതമോ രാഷ്ട്രീയമോ അതിനപ്പുറമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും സേവിക്കാനും അവർക്ക് നന്മ ചെയ്യാനുമുള്ള ചിന്തയാണ് എനിക്കുള്ളത് എന്ന ഒരു മനോഭാവത്തോടു കൂടി പോകുമ്പോഴും ചെയ്യും നമുക്കതിന് കൂലി കിട്ടും. അല്ലെങ്കിൽ വെറും കൊടി പിടിക്കാം, വോട്ട് ചെയ്യാം, ജയിച്ച് സ്ഥാനാർത്ഥിയാകാം, പിന്നെ ജയിച്ച് വാർഡ് മെമ്പറാകാം, പഞ്ചായത്ത് മെമ്പറാകാം, ഒക്കെ ആകാം. പക്ഷെ അതിനപ്പുറം നമ്മുടെ അതിന് പിന്നിൽ നമുക്ക് ഒരു ചിന്തയുണ്ടാകണം, ഇതൊരു പൊതുസേവനമാണ്, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അമാനത്താണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ട ബാധ്യത എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു ചിന്തയോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദുനിയാവും കിട്ടും, ഒപ്പം ആഖിറവും കിട്ടും. അല്ലാഹു തആല അത്തരത്തിൽ നന്മയുടെ അഹ്ലുകാരിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.